ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ് നമ്മൾ പാകിയ ചീരയുടെ വിത്തുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിത്തുകളാണ് നമ്മൾ പാകിയത്. ഇത് മോന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. 10 രൂപ വില കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ 4 തരം വിത്തായിരുന്നു ഉണ്ടായിരുന്നത്. ചീരയുടെയും പിന്നെ പടവലം, മുളക്, കയ്പ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പയർ. അപ്പോൾ ഇത്രയും വിത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പയറും ഇതിൽ മുളക് ഒഴികെ ബാക്കിയെല്ലാം നമ്മളൊന്ന് പാകി നോക്കിയിരുന്നു. മുളകിൻ്റെ വിത്താണിത്. ഇപ്പോൾ അത്യാവശ്യം മുളക് തൈകൾ നമുക്ക് ഇവിടെ വീട്ടിലുണ്ട്. ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ പച്ചമുളകുകൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ വിത്ത് കുറച്ച് ദിവസം കൂടി എടുത്തു വെച്ചിട്ട് അടുത്തൊരു മുളക് ചെടികളൊക്കെ നശിച്ചു തുടങ്ങുമ്പോൾ പാകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നീളമുള്ള തരം മുളകാവാനാണ് സാധ്യത. സാധാരണ നമ്മൾ വാങ്ങുന്ന ടൈപ്പ് ഉണ്ടമുളകാവാൻ വഴിയില്ല വിത്ത് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ചീരയൊക്കെ നമ്മളൊരു 3 ആഴ്ച മുമ്പ് പാകിയതാണ്. പ്രത്യേകിച്ച് അടിവെള്ളമായിട്ടൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മണ്ണ് കൂട്ടി നനച്ചൊതുക്കിയിട്ട് അങ്ങനെ പാകുമായിരുന്നു. അപ്പോൾ പാകിയ സമയത്ത് കുറച്ച് റവയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ഉറുമ്പിൻ്റെ ശല്യം പ്രത്യേകിച്ച് കുറച്ച് കൂടുതലുള്ള ഒരു ഏരിയ ആണ് നമ്മുടേത്. പിന്നെ അതിൻ്റെ ഒപ്പം പാകിയ പയറിൻ്റെ 2 എണ്ണം മാത്രമേ മുളച്ചുള്ളൂ. അത് തന്നെ ഇലയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കേട് വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ തരം ഒരു പുഴു ഉണ്ടായിരുന്നു, അതിനെയൊക്കെ പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ വരുന്ന ഇലകളും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കിതിപ്പോൾ ഒന്ന് ഇല നുള്ളി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ പുതിയതായിട്ട് വരുമെന്ന് നോക്കണം. ചാണകം ഒന്നും അടിവെള്ളമായിട്ട് ചേർക്കാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പിന്നെ ആ വിത്തും അത്ര ഒരു നല്ലൊരു വിത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പഴക്കമുള്ളൊരു വിത്ത് പോലെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അത്ര ഒരു ഫേവറബിൾ അല്ലല്ലോ. കുറച്ച് ഉണങ്ങിയ ഒരു കാലാവസ്ഥയാണ്. എന്തായാലും 2 നേരം നമ്മൾ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ചീര പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെയാണ് കാണുന്നത്. പലതും പല സൈസിലാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നീളം വെച്ചിട്ടുള്ള ഒരു 2-3 തരം മുകുളങ്ങളൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ളതൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വളരെ ചെറിയ തൈകൾ വേറെയുണ്ട്. അപ്പോൾ കുറച്ച് വലുത് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന തൈകളും പിന്നെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന കുറച്ച് വലിയ തൈകളും ഒക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറ്റി നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പച്ചക്കറികളൊക്കെ അധികം വിഷമടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങാൻ പറ്റിയൊരു സമയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മണ്ണൊക്കെ ഒരുപാട് ഉറച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഏരിയയിൽ കുറച്ച് ഹാർഡായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ട് കുറച്ചും കൂടിയൊക്കെ പച്ചക്കറികളൊക്കെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗ്രോ ബാഗും സാധനങ്ങളും പോട്ടിംഗ് മിക്സറൊക്കെ റെഡിയാണ്. അപ്പോൾ ഒന്ന് കാലാവസ്ഥ ഒന്ന് ശരിയായിട്ട് വേണം തുടങ്ങാനെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചീരയും പിന്നെ കുറച്ച് ഇലക്കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റുമല്ലോ. പക്ഷേ എത്രത്തോളം ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും എന്നറിയില്ല. എന്തായാലും 2-3 നന്നായി വരുമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഉറുമ്പിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തൂങ്ങിയിട്ട് നോക്കണം. അപ്പോൾ അതിനും കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ഉറുമ്പിനുള്ള മരുന്നുകളെല്ലാം ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യേണ്ടി വരും. ഇത് അതിനോടൊപ്പം കിട്ടിയ പടവലത്തിൻ്റെ വിത്താണ്. അത് മുളച്ചിട്ടുണ്ട്. 2 ചോടാണുള്ളത്. അപ്പോൾ അതൊന്ന് വള്ളി വീശി കുറച്ച് ഹൈറ്റിലെത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് പന്തലിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അധികം വെയിലില്ലാത്തൊരു സ്ഥലമാണ്. പടവലം അത്ര വെയിൽ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇനി അതിൻ്റെയൊക്കെ അപ്ഡേഷൻ വീണ്ടും ഞാൻ കാണിക്കാൻ മറ്റു പല വീഡിയോകളുടെയും അവസാനമൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഇപ്പോൾ 4 ഇനം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 ഇനം നമ്മൾ നട്ടതെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.